നമസ്കാരം. മലയാള വായനക്കാരെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും വേണ്ടിടത്ത് കരയാനും പഠിപ്പിച്ച ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു നമുക്ക്. കഥകളുടെ, തമാശകളുടെ, സ്നേഹത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ സുൽത്താൻ. 3 പതിറ്റാണ്ട് മുമ്പ് ഒരു ജൂലൈ 5-ന് നമ്മെ വിട്ടുപോയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സുൽത്താൻ. ഒരു വിശ്വമഹാകാവ്യം രചിക്കാനുള്ളത്ര അനുഭവ സമ്പത്ത്, പ്രപഞ്ചത്തിൻ്റെ നന്മയും വൈവിധ്യവും, മനസ്സിൻ്റെ ഗർഭത്തിൽ നിന്നും രസകരവും സാഹസികവുമായ ജീവിതം. നമ്മുടെ സാഹിത്യത്തിലെ വർണ്ണവ്യവസ്ഥകൾ അദ്ദേഹം തിരുത്തി കുറിക്കുകയാണ് ചെയ്തത്. 14ഓളം നോവലുകളിലും 13ഓളം ചെറുകഥാസമാഹാരങ്ങളിലും എഴുതിയും പറഞ്ഞുമായി നമുക്ക് തന്ന എണ്ണമില്ലാത്തത്ര കഥകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സംസാരിച്ചിരുന്നത് അലക്കിത്തേച്ച വടിവൊത്ത ഭാഷയായിരുന്നില്ല. ബഷീർ ഈ കഥകളൊക്കെ നമ്മോട് പറഞ്ഞതോ വ്യാകരണത്തിൻ്റെ വേലിക്കെട്ടിലൊതുങ്ങാതെ പദങ്ങളും വാക്യങ്ങളും നിറഞ്ഞ വാമൊഴിയോ വരമൊഴിയോ എന്ന് വേർതിരിക്കാനാവാത്ത ബഷീറിൻ്റെ തന്നെ ഭാഷയിൽ. നാമൊക്കെ ബഷീറിൻ്റെ ശൈലി എന്ന് വിശേഷിപ്പിക്കുന്ന രചനാരീതി, വ്യാകരണ നിയമങ്ങൾക്ക് വഴങ്ങാത്ത ഭാഷാശൈലിയുടെ ജനകീയത, സാധാരണക്കാരെ പോലെ തന്നെ സാഹിത്യ രചയിതാക്കളും പുതിയൊരു സാഹിത്യശാഖയുടെ ജനനത്തിനും വളർച്ചയ്ക്കും സാക്ഷികളാവുകയായിരുന്നു. ഹാസ്യത്തിൽ ഒളിപ്പിച്ച സാമൂഹിക വിമർശനം, തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത ചോരാത്ത രചനാ വൈഭവം, നാട്ടുമ്പുറത്തിൻ്റെ പ്രത്യേകിച്ചും മുസ്ലിം ജനസാമാന്യത്തിൻ്റെ തനതായ ശൈലികളുടെ കൗതുകമാർന്ന മേളനം, ഇതൊക്കെ തന്നെയാണ് ബഷീർ സാഹിത്യം. എത്രയെത്ര കവിതാക്കൾക്ക് ദിവ്യവചനമായി മാറിയിരുന്ന ജീവിത യൗവന തീഷ്ണവും ഹൃദയം പ്രേമ സുരഭിലവുമായ എന്ന് തുടങ്ങുന്ന വരികൾ ഉൾക്കൊള്ളുന്ന പ്രേമലേഖനം, അവരുടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥം തന്നെയായിരുന്നു ഏറെക്കാലം. അന്നോളമുണ്ടായിരുന്ന പ്രണയസങ്കല്പങ്ങളെ ആകാശമിഠായി പോലെ മാധുര്യമുള്ള ഈ കഥ പൊളിച്ചെഴുതി. ബാല്യകാല സഖിയിൽ മജീദായി ബഷീർ തന്നെ നമ്മോട് സംവദിച്ചു. യുദ്ധത്തെ വെറുക്കുന്ന എഴുത്തുകാരനെ ശബ്ദങ്ങളിൽ നാം കേട്ടു. മുച്ചീട്ടു കളിക്കാരൻ്റെ മകളിലൂടെയും എൻ്റുപ്പുപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്ന കഥകളിലൂടെയും ഒറ്റക്കണ്ണൻ പോക്കറും സൈനബയും അവളുടെ മൂത്താപ്പയും കുഞ്ഞിപ്പാത്തുമ്മായും അവളുടെ ഉമ്മയും നമ്മെ ഏറെ രസിപ്പിച്ചു. പ്രപഞ്ചത്തിനോട് മുഴുവൻ സ്നേഹം ചൊരിയുന്ന പാത്തുമ്മയുടെ ആട് ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കു കഴിയും? സത്യത്തിൽ ബഷീർ തന്നെ നമുക്കൊരു കഥയാണ്, നോവലാണ്, ഇതിഹാസമാണ്. 1908 ജനുവരി 21-ന് തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഗാന്ധിജിയുടെ ജീവിത ദർശനങ്ങളിൽ ആകൃഷ്ടനായ കൗമാരക്കാരനായ ബഷീർ 1924 വൈക്കം സത്യാഗ്രഹത്തിനെത്തിയ ഗാന്ധിജിയുടെ കയ്യിൽ തൊട്ടതിൻ്റെ അനുഭവം പലപ്പോഴും അനുസ്മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തന്നെ തുടർന്ന് ജയിൽവാസം. മോചിതനായ ശേഷമുള്ള എഴുത്തുകളും ദേശീയവാദത്തിൽ ഊന്നിയുള്ളതായിരുന്നു. സ്വാഭാവികമായും അറസ്റ്റ് വാറണ്ടുണ്ടായി. തുടർന്ന് യാത്രകളായിരുന്നു. കടുത്ത അനുഭവങ്ങൾ ഏറെയുണ്ടായ യാത്രകൾ. തിരിച്ചെത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മികച്ച രചനകൾ പുറത്തു വരുന്നതും. ഇദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും ദൈർഘ്യം കുറഞ്ഞതു തന്നെയായിരുന്നു. എന്നാൽ എല്ലാത്തിലും ഒരു ജീവിതമോ അതിനപ്പുറം എന്തെല്ലാമോ അടങ്ങുന്നു. ഒക്കെയും പ്രമേയത്തിലും ആഖ്യാനത്തിലും വൈവിധ്യം പുലർത്തുന്നവ, പഴകും തോറും വീര്യമേറുന്ന വീഞ്ഞുപോലെ. ബഷീർ സാഹിത്യം ഇന്നും നമുക്ക് ലഹരി തരുന്നു, ജീവിതമെന്തെന്ന് കാട്ടിത്തരുന്നു. 46-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം. തുടർന്നാണ് സുൽത്താൻ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം ബേപ്പൂരിലേക്ക് മാറ്റുന്നത്. ഒട്ടേറെ പുരസ്കാരങ്ങൾ ഈ സുൽത്താനെ തേടിയെത്തി. അക്കാദമികളുടെ ഫെലോഷിപ്പുകൾ ഉൾപ്പെടെ നേടിയ പുരസ്കാരങ്ങളെക്കാൾ ബഹുമതിയും അംഗീകാരവും മലയാളവും കേരളീയരും മനസ്സുകൊണ്ട് സമ്മാനിച്ചു കഴിഞ്ഞു. പത്മവിഭൂഷണുകളും പത്മഭൂഷണങ്ങളും നേടിയ പല രാഷ്ട്രീയക്കാരെക്കാളും യാതനകൾ സഹിച്ച ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിനുണ്ട്. ആദ്യ രചനകളായി ഗണിക്കാവുന്ന ചില തീപ്പൊരി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയുടെ മുഖപത്രത്തിലായിരുന്നു. മലയാള സാഹിത്യത്തിൽ നന്മയുടെ സൗരഭ്യം പരത്തിയ പ്രിയ സുൽത്താൻ മറഞ്ഞിട്ട് ഇന്ന് 30 കൊല്ലം തികയുന്നു. എങ്കിലും മാങ്കോസ്റ്റിൻ മരത്തണലിൽ നിന്ന് മലയാള സാഹിത്യത്തിൻ്റെ അടിവേരുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ കഥാമരം ഇപ്പോഴും മധുരമുള്ള പഴങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം സമ്പന്നമാക്കുന്നു.